സാംസങ്ങിൻ്റെ സാംസങ് ടാബ് ആക്റ്റീവ് 5 പ്രോ എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതൊരു റഗഡ് ടാബ്ലറ്റ് ആണ്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് ടാബ് ആക്റ്റീവ് 5 പ്രോ എന്നുള്ള ടാബിനെ പറ്റിയിട്ടാണ്. അപ്പം നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 10.1 ഇഞ്ചിൻ്റെ 2K റെസൊല്യൂഷനിൽ വരുന്ന TFT LCD ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. റെസൊല്യൂഷൻ വരുന്നത് 1920x1200 ആണ്. ഈ ഒരു ടാബിൻ്റെ വില ഏകദേശം 78,800 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. ഇപ്പോൾ നോർമൽ ടാബുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പ്രൈസ് റേഞ്ചിൽ OLED പാനലാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷനും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ LCD പാനലേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു റെസൊല്യൂഷനേ വരുന്നുള്ളൂ. പിന്നെ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 600 നിറ്റ്സ് ആണ്. ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസിന്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. ഒരു റഗഡ് ടാബ്ലറ്റ് ആയതുകൊണ്ട് തന്നെ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു ടാബിന്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 680 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 10.2 mm ആണ്. പിന്നെ ഇതിൽ IP68 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ നല്ലൊരു IP റേറ്റിംഗ് വരുന്നുണ്ട്. പിന്നെ MIL STD 810Hന്റെ സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുണ്ട്. പൊതുവെ ബിൽഡ് ക്വാളിറ്റിക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കേഷൻ ആണ്. അപ്പം ഇത് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടാബ്ലറ്റ് ആണ് എന്നൊക്കെ പറയാവുന്നതാണ്. പിന്നെ ഈ ഒരു ടാബിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് അത്യാവശ്യം ഹാർഷ് ആയിട്ടുള്ള കണ്ടീഷൻസിലൊക്കെ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു ടാബ്ലറ്റ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് വലിയ ബിസിനസ്സുകളെയും അതുപോലെ തന്നെ നല്ല ഹാർഷ് ആയിട്ടുള്ള കണ്ടീഷൻസിൽ വർക്ക് ചെയ്യുന്നവരെയും ഒക്കെയാണ്. അപ്പം ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്. പിന്നെ S പെന്നിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. അതായത് സ്റ്റൈലസ് പെന്നിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. അതിലാണെങ്കിൽ IP68 റേറ്റിംഗും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 7S Gen 3 എന്ന പ്രോസസ്സറാണ് ഈ ടാബിൽ വരുന്നത്. ഇപ്പം 78,800 രൂപ പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള പ്രോസസ്സറാണോ ഇത് എന്ന് ചോദിച്ചാൽ അല്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറൊക്കെ തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ ജസ്റ്റ് ആവറേജ് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ മാത്രമേ വരുന്നുള്ളൂ. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു പ്രോസസ്സർ ഡിസപ്പോയിൻറ്റിങ് തന്നെയാണ്. പിന്നെ ഈ ഒരു ടാബിൻ്റെ വൈഫൈ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന വെർഷനും 5G സപ്പോർട്ട് ചെയ്യുന്ന വെർഷനും വരുന്നുണ്ട്. ടാബിൻ്റെ ബേസ് വേരിയൻറ്റിൽ 6GB റാമും 128GB ഇൻറ്റേർണലുമാണ് വരുന്നത്. 8GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും വരുന്നുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഈ ടാബിൽ വരുന്നുണ്ട്. NFC-യുടെ സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഡിവൈസിൽ കംപ്ലീറ്റ് ആയിട്ട് NFC-യുടെ സപ്പോർട്ട് വരുന്നുണ്ട്. അപ്പം എവിടെ വെച്ചാലും ഈ ഒരു NFC വർക്ക് ആവുന്നതായിരിക്കും ഈ ഒരു ഡിവൈസിൽ. പിന്നെ സാംസങ്ങിൻ്റെ ഡെക്സ് എന്നുള്ള ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് എക്സ്റ്റേണൽ ഡിസ്പ്ലേയിലോട്ടൊക്കെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ പോലെ യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പിന്നെ നോക്സ് വോൾട്ട് എന്നുള്ള സെക്യൂരിറ്റി ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. ഇതിൽ പോകോ പിന്നും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം എക്സ്റ്റേണൽ ഡിവൈസുകൾ ഇതിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ 2 സ്പീക്കേഴ്സ് വരുന്നുള്ളൂ. 4 സ്പീക്കേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 3.5 mm ഓഡിയോ ജാക്ക് ഈ ടാബിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് 15 ബേസ് ആയിട്ടുള്ള 1 UI സോഫ്റ്റ്വെയർ ആണ് ഈ ടാബിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടാബിൻ്റെ പിന്നിൽ സിംഗിൾ ക്യാമറ ആണ് വരുന്നത്. 12 മെഗാപിക്സലിൻ്റെ 1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ടാബിൽ വരുന്നത്. പിന്നെ 8 മെഗാപിക്സലിൻ്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയും വരുന്നുണ്ട്. അപ്പം ബേസിക് ആയിട്ടുള്ള ഒരു ക്യാമറ സെറ്റപ്പാണ്. പക്ഷേ ഇതൊരു ടാബ്ലറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ക്യാമറ എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. ഈ ഒരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഓക്കെ എന്ന് പറയാവുന്നതാണ് ടാബുകളുടെ കാര്യത്തിൽ. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ 10,100 mAhന്റെ ബാറ്ററിയാണ് വരുന്നത്. അപ്പം അത്യാവശ്യം നല്ല ബാറ്ററി കപ്പാസിറ്റി ഒക്കെ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ബാറ്ററി നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബാറ്ററിയാണ്. അപ്പം അത് നല്ലൊരു കാര്യമാണ്. പിന്നെ ഇതിൽ 15 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡാണ് വരുന്നത്. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു ടാബ്ലറ്റ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഈ ഒരു ടാബ്ലറ്റ് ഇപ്പം യൂറോപ്യൻ കൺട്രീസിലൊക്കെയാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ ഈ ടാബ്ലറ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് 809 യൂറോസ് എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 78,800 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിൽ അത്ര മികച്ച ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സോ അല്ലെങ്കിൽ പ്രോസസ്സറോ ഒന്നും തന്നെ ഇതിൽ വരുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ഒരു ടാബ്ലറ്റ് എന്ന് പറയുന്നത് നോർമൽ യൂസേഴ്സിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു ടാബ്ലറ്റ് അല്ല. മെയിൻലി ഇത് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇപ്പം വലിയ ബിസിനസ്സുകളൊക്കെയാണ്. ഇപ്പം ബൾക്കായിട്ട് അവർ ഈ ഒരു ടാബ്ലറ്റ് എടുത്തിട്ട് യൂസ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ടാബ്ലറ്റ് വരുന്നത്. ഇപ്പം ഈ ഒരു ടാബ്ലറ്റ് മെയിനായിട്ട് ആർക്ക് ആവശ്യം വരുന്നു എന്ന് ചോദിച്ചാൽ ഇപ്പം നല്ല ഹാർഷ് ആയിട്ടുള്ള കണ്ടീഷൻസിലൊക്കെ വർക്ക് ചെയ്യുന്ന ചില കമ്പനീസൊക്കെ ഉണ്ടാവും. അപ്പം അവർക്ക് അവരുടെ കമ്പനി ചിലപ്പം ഈ ഒരു ടാബ്ലറ്റ് മേടിച്ചു കൊടുത്തേക്കാം. ബൾക്കായിട്ടുള്ള ഓർഡറുകളായിരിക്കും വരിക. അപ്പം നോർമൽ യൂസേഴ്സിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു ടാബ്ലറ്റ് അല്ല. അപ്പം നോർമൽ യൂസേഴ്സ് ഈ ഒരു ടാബിലോട്ട് പോവാതിരിക്കുക. ഇനി അഥവാ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിലും. എന്തായാലും സാംസങ്ങിൻ്റെ ടാബ് ആക്റ്റീവ് 5 പ്രോ എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.